ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. ഉടൻ വിളിക്കൂ 9001 ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിരുന്നു. കരുണയുടെ അച്ഛന്റെ ശരീരം ചതഞ്ഞെന്നാ പറഞ്ഞത്. അമ്മാവന് വലിയ കുഴപ്പമില്ല. എടാ, നീ ചെയ്യേണ്ടതാണ് ഇപ്പൊ ആ മിടുക്കനായ ഒരുത്തൻ ചെയ്തിരിക്കുന്നത്. അതെ അതെ, അയാളെ കണ്ടിരുന്നെങ്കിലേ ഒന്ന് കൈ കൊടുക്കായിരുന്നു. ഇവിടെ മഹാലക്ഷ്മി ആണെങ്കിലേ ഇവളെ രക്ഷിച്ചയാളെ ഒന്നുകൂടെ കാണാൻ കാത്തിരിക്കുക. എന്ത് ചെയ്യാനാ, പേരും പറയുന്നില്ല, അഡ്രസ്സും തരുന്നില്ല. എന്തായാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. എന്താ ഔട്ട് ഓഫ് റേഞ്ച് ആണോ? ആ ഇപ്പൊ ഈ നമ്പർ നിലവിലില്ലെന്നാ പറയുന്നത്. എടാ, ഒരു കാര്യം ഉറപ്പിച്ചോ, അവൻ ആള് നല്ലവനാണെങ്കിലും ഒരു ഗുണ്ടയാ. അന്ന് തോമസ് വൈദ്യന്റെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ണേട്ടനെ രക്ഷിച്ചത് ഇതേ ചെറുപ്പക്കാരനാണോന്നാ മഹിയുടെ സംശയം. എടാ, എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ലടാ. അന്ന് അവനെ ഞാൻ വരാന്തയിൽ വെച്ച് കണ്ടപ്പോ ശരിക്കും നിന്നെ ഭയപ്പെടുത്താൻ വന്നൊരു ഗുണ്ടായിട്ടാ എനിക്ക് തോന്നിയത്. പിന്നീട് ഗുണ്ട രക്ഷകനാവുമായിരുന്നു. അനന്തവേട്ടൻ പറഞ്ഞത് ശരിയാ, അയാളെ കണ്ട ഒരു ഗുണ്ടയാണെന്നേ തോന്നൂ. അവൻ 4-5 ഗുണ്ടകളെ ഒറ്റയ്ക്കല്ലേ തല്ലി വീഴ്ത്തിയത്. അപ്പോ നിസാർക്കാരനൊന്നുമല്ല. ഒരു ജോലിയും കൂലിയും ഒന്നുമില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരനാണെങ്കിൽ അവനെ നിന്റെ ബോഡി ഗാർഡ് ആക്കായിരുന്നു അല്ലേ കണ്ണ? അല്ലെങ്കിൽ നിന്റെ കമ്പനിയിലെ സെക്യൂരിറ്റി ആക്കായിരുന്നു. അവനെപ്പോലെ ഒരുത്തനെ എങ്ങനെയാണ് സെക്യൂരിറ്റി ആക്കുന്നത്? നീ പറഞ്ഞ പോലെ ബോഡി ഗാർഡ് ആക്കിയ കുഴപ്പമില്ല. എന്റെ മാത്രമല്ല, ഇയാളുടെ. അല്ല, ഇനി സാഗറിനെ പോലെ ആരെയും നമ്മുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റരുതെന്നാണല്ലോ തന്റെ പറച്ചില്. അതുകൊണ്ട് ഇവനെ കണ്ടുകിട്ടാണെങ്കിൽ അകറ്റി നിർത്തണം. എന്നുവെച്ചാ ഇയാളുടെ കാര്യത്തിൽ അത് വേണ്ടെന്നാ എന്റെ അഭിപ്രായം. അയാൾക്കെന്നെ ദ്രോഹിക്കാനായിരുന്നെങ്കിൽ അന്നതിന് കഴിയുമായിരുന്നു. ഗുണ്ടകളെല്ലാം കീഴ്പ്പെടുത്തിയിട്ട് അയാൾക്കെന്നെ എന്തും ചെയ്യായിരുന്നു. എന്നാ വളരെ സേഫായിട്ടാ എന്നെ എന്റെ വീട്ടിലെത്തിച്ചത്. അങ്ങനൊരാൾക്കൊപ്പം ഏത് പാതിരായ്ക്കും സഞ്ചരിക്കാൻ കണ്ണേട്ടാ. അവരൊരിക്കലും നമ്മളെ മറ്റൊരു കണ്ണോടെ കാണില്ല. സത്യം പറഞ്ഞ അത്തരം ആൾക്കാരെ ഇന്നത്തെ കാലത്ത് കണ്ടുകിട്ടാൻ പ്രയാസ. അതെ, പ്രയാസമാണല്ലോ. കണ്ടു കിട്ടുന്നില്ലല്ലോ, വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല. ഇപ്പോ ഈ പറയുന്ന വ്യക്തിയെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. മഹി പറഞ്ഞാളും ഞങ്ങൾ കണ്ടാളും ഒന്നാണെങ്കിൽ അവന്റെ പേര് നല്ല സ്റ്റൈലും പേരാ, മാർക്കോ. അതെ, മാർക്കണ്ടേയൻ എന്ന മാർക്കോ. ഇപ്പോ ഞാനും മഹിയൊക്കെ ആ മാർക്കോയുടെ ആരാധികമാരാ. അവൻ കറ കളഞ്ഞ ഗുണ്ടയാണെന്ന് ഞാൻ തർപ്പിച്ച് പറയാ. അയാളെ ഗുണ്ടാക്കണമെന്ന് കണ്ണേട്ടൻ എന്താ ഇത്ര നിർബന്ധം? വേർന്നും കൊണ്ടല്ലടോ, നല്ല പയറ്റി തെളിഞ്ഞൊരു ഗുണ്ടയുടെ മനസ്സിന് നല്ല ബലം ഉണ്ടാവും. അവനൊരിക്കലും താൻ പറഞ്ഞതുപോലെ അർദ്ധരാത്രിയിൽ പോലും ഒറ്റപ്പെട്ടൊരു പെൺകുട്ടിയെ ശല്യം ചെയ്യില്ല. അവളെ സേഫായിട്ട് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നതല്ലാതെ അവൾക്കൊരു പോറൽ പോലും ഏൽപ്പിക്കില്ല. ഇനി ഒന്ന് തപ്പണം കണ്ണ, മാർക്കോ എന്ന് പറയുന്നൊരു ഗുണ്ട നമ്മുടെ നാട്ടിലുണ്ടോ എന്ന്. ഈ കടുവ ഇറങ്ങുന്നത് പോലെയാ അവൻ ഇറങ്ങുന്നതെന്നാ തോന്നുന്നേ. പിന്നെ ഒരു കാര്യം ഉറപ്പിച്ചോ, അവൻ നമ്മുടെ ശത്രുവല്ല. നമ്മുടെ രക്ഷയ്ക്കായിട്ട് ആരും അവനെ പറഞ്ഞു വിടുക. അത് മനുഷ്യനാണോ ദൈവമാണോ എന്നേ ഇനി അറിയാനുള്ളൂ. ഇല്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ. ഇന്നലെ മുതൽ വാമേട്ടനെയും കാണാനില്ലെന്നാ പറയുന്നേ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കരുണേ. രണ്ടാളെ ഒന്നിച്ചാണ് കാണാതായതെങ്കിൽ രണ്ടാളും അടിച്ച് സെറ്റായിട്ട് എവിടെയെങ്കിലും കിടക്കുമായിരിക്കും. നീ വിഷമിക്കാതെ. മോളെ, അത് ശരിയായിരിക്കും. കണ്ണനെ വക വരുത്തണമെന്നും പറഞ്ഞ് നടക്കുമായിരുന്നല്ലോ മോളുടെ അച്ഛനും മാമേട്ടനും കൂടെ. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അവരാഘോഷിച്ചതായിരിക്കുമോ മോളെ? എങ്കിൽ അതൊക്കെ നമ്മൾ അറിയാതിരിക്കോ അമ്മേ? ഇത്ര സമയമായിട്ടും
അച്ഛൻ നമ്മളെ അതൊക്കെ വിളിച്ചു പറയാതിരിക്കോ? അല്ല മോളെ, ആ സന്തോഷത്തില് അവര് അവിടെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പൊ എഴുന്നേറ്റ് കാണില്ല. കണ്ണേണ്ട എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിപ്പോ കാട്ടുതീ പോലെ പടർന്നേനെ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ എന്റെ അച്ഛനെ പറ്റിയെന്ന് അറിയില്ലല്ലോ.